ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫേസ്ബുക്കിലെ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പേജ് റെക്കമെൻഡേഷൻ. നമ്മൾക്ക് മസ്റ്റായിട്ടും എപ്പോഴും ഇടയ്ക്കിടെ ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ റെക്കമെൻഡേഷൻ. റെക്കമെൻഡേഷൻ ക്ലിയർ ഉണ്ടെങ്കിലോ നമ്മൾക്ക് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. അതിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ, അതായത് പ്രൊഫൈലിലായാലും പേജിലായാലും വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ റെക്കമെൻഡേഷൻ സെക്ഷനിലും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ അത് എവിടെയാണ്, എങ്ങനെയാണ് അത് നോക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മറക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ലൈക്ക് തന്നെയാണ് നമ്മൾക്ക് പിന്നെയും മോട്ടിവേറ്റ് ആവുന്നത്, ചെയ്യാൻ വേണ്ടി പ്രേരണ നമുക്ക് നൽകുന്നത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ലേറ്റ് ആവുന്നില്ല, വീഡിയോ കണക്കാം. നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ എൻ്റെ ഒരു പ്രൊഫൈലാണ്, പുതിയൊരു പ്രൊഫൈലാണ്. അപ്പോൾ നമുക്കിവിടെ പ്രൊഫഷണൽ ഡാഷ്ബോർഡിലേക്ക് പോവുക. പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയതിന് ശേഷം താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് കാണും. ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക. ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യം മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ കാണും, പിന്നെ എൻഗേജ്മെൻറ്റ്, അതിന് ശേഷം നമുക്കിവിടെ പ്രൊഫൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ പ്രൊഫൈലിൻ്റെ താഴെ ഇതാണ് ഈ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ. മനസ്സിലായേ? ഇതുപോലെ പേജിലും ഉണ്ടാവും പ്രൊഫൈൽ റെക്കമെൻഡേഷൻ. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഏരിയ ഉണ്ടല്ലോ, ഇത് ക്ലിയർ ആയിരിക്കണം. ഈ സ്റ്റാർ ഒരു പ്രശ്നം ഉണ്ടാകാൻ അതിൻ്റെ ഇടയിൽ ലൈൻ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യെല്ലോ കളർ ഉണ്ടാകാൻ പാടില്ല. ആ വെയിറ്റ് അതുപോലെ തന്നെ ഉണ്ടാവണം. അപ്പം അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗത്ത് നമുക്കിവിടെ റെക്കമെൻഡബിൾ എന്നുള്ള ഇതും കാണണം. ഇവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ നോട്ട് റെക്കമെൻഡബിൾ എന്നായിരിക്കും കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് റെക്കമെൻഡബിൾ എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രൊഫൈൽ സ്റ്റാറ്റസ് ഉണ്ട്. ഇവിടെ പ്രൊഫൈലിൻ്റെ സ്റ്റാറ്റസ് അത് എങ്ങനെയാണ് നോക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഗുഡാണ്. ഇപ്പോൾ കണ്ട, വെൽക്കം മിച്ചുമോ എന്താ ഗുഡ്, ഇവിടെ ടിക്ക് എന്നുള്ള മാർക്ക് വന്നിട്ടുണ്ട് ഇവിടെ. അതുപോലെ തന്നെ റെക്കമെൻഡേഷനിൽ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ യാതൊരു കുഴപ്പവും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മോണിറ്റൈസേഷൻ നോട്ട് എലിജിബിൾ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒന്നും പിന്നെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടില്ല, എവിടെ എത്തിയില്ല. ആകുന്നൊരു 4 ഫോളോവേഴ്സേ ഉള്ളൂ. ഞാനിതിൽ ആക്റ്റീവ് അല്ല, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്രൊഫൈലാക്കിയെന്നുള്ളൂ. അപ്പോൾ ഇതിലൊന്നും കിട്ടാത്തതുകൊണ്ട് യു ആർ നോട്ട് എലിജിബിൾ ടു ഏൺ എന്ന് കാണിക്കുന്നത്. ഫോളോവേഴ്സും അത്യാവശ്യം വീഡിയോ കണ്ടൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ ആ പ്രശ്നം മാറിയിട്ട് വരും. പിന്നെ അതിനുശേഷം പിന്നീട് നമുക്ക് നോക്കേണ്ടത് ബാക്കോട്ട് പോവാം. ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മാർക്കറ്റ് പ്ലേസ്, ഇതിനൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അവിടെയാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പ്രൊഫൈൽ സ്റ്റാറ്റസ് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്തുള്ള മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മോണിറ്റൈസേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ യു ആർ നോട്ട് എലിജിബിൾ ടു ഏൺ ഇറ്റ്. അതായത് ഒരു ടൂൾസ് നമുക്ക് ഇതുവരെ ലഭിച്ചില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ടൂൾസ് ലഭിച്ചാൽ ഇങ്ങനെ എല്ലാം കാണില്ലേ. നിങ്ങൾക്ക് അതിൻ്റെ ടൂൾസിൽ ലഭിച്ച മെയിൻ പ്രൊഫൈൽ ഞാൻ കാണിക്കുക. ഇതെൻ്റെ മെയിൻ പ്രൊഫൈലാണ്. പ്രൊഫൈലിൽ പോയി ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയതിന് ശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ടൂൾസിൽ പോയി ഇതിവിടെ പ്രൊഫൈൽ റെക്കമെൻഡേഷൻ കാണുന്നു. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഇവിടെ അതേപോലെ തന്നെ കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ താഴെ ഭാഗത്ത് പ്രൊഫൈൽ സ്റ്റാറ്റസ് നോക്കി കഴിഞ്ഞാൽ അതും അതേപോലെ തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. പിന്നെ ഇവിടെ നമുക്ക് അതിൽ വ്യത്യാസം കാണുന്നത് വെച്ചാൽ മോണിറ്റൈസേഷൻ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിൽ അലോട്ടായിട്ടുള്ള, അതായത് എലിജിബിൾ ആയിട്ടുള്ള എല്ലാ ടൂൾസും നമുക്കിവിടെ കാണാൻ സാധിക്കും. പെർഫോമൻസ് ബോണസ്, ഇൻസ്ട്രീം ആഡ്സ്, റീൽസ്, ആഡ്സ് ഓൺ റീൽസ്, സ്റ്റാർസ്, അതർ മോണിറ്റൈസേഷൻ ടൂള്, സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, ഇതിപ്പം ഈ ഒരു കുഴപ്പമില്ലാത്തൊരു പ്രൊഫൈലായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഫേസ്ബുക്കിൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എടുത്ത് കാണിക്കൽ ഇത് എവിടെയായിരിക്കും, പിന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ടാബിലായിരിക്കും കാണിക്കൽ. അപ്പം അത് എവിടെ കാണിച്ചു കഴിഞ്ഞാലും അതിൽ റിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ അത് തീർത്ത് കൊടുക്കണം. ഏതെങ്കിലും വീഡിയോസ് ഡിലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതും അപ്പം തന്നെ ഒഴിവാക്കണം. അതുപോലെ തന്നെ വീഡിയോസ് പിന്നെ മ്യൂസിക് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ അതപ്പം തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണം. എല്ലാം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തീർക്കണം. അത് കണ്ടിന്യൂ അതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ
സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ. ജയ് ഹിന്ദ്.